ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് ഡൈഫ്രാക്ഷൻ എന്ന ലൈറ്റിൻ്റെ മറ്റൊരു ഫിനോമിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഡൈഫ്രാക്ഷൻ എന്ന് ആദ്യം നോക്കാം. ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്ട്രക്കിൾ. ഒപ്പേക്കായിട്ടുള്ള ഓബ്ജക്റ്റ്, ലൈറ്റിനെ കടത്തിവിടാത്ത ഓബ്ജക്റ്റുകളിലൂടെ മുകളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജിൽ വെച്ച് ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ഒരു പ്രതിഭാസം. ഈ കാണുന്നത് ഒരു ലൈറ്റ് സോഴ്സാണ്. നോക്കാം, ഒരു മെഴുകുതിരി ഇതിൽ കത്തിച്ച് വെച്ചേക്കണം. നോക്കാം, ഇവിടെ ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനും മെഴുകുതിരിക്കും ഇടയിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബോളിൻ്റെ നല്ലൊരു ഡാർക്കായിട്ടുള്ള ഒരു ഷാഡോ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയൊക്കെ ലൈറ്റ് ആയിരിക്കും, നല്ലൊരു ഷാഡോ നിഴൽ കിട്ടേണ്ടതാണ്, പക്ഷേ അങ്ങനെ കിട്ടില്ല. അതിന് പകരം ഇവിടെ വെച്ച് കുറച്ച് ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഈ ഷാഡോ റീജിയനിലേക്ക് അരിച്ചിറങ്ങും. അപ്പോൾ ഷാർപ്പ് ഷാഡോന് പകരം ഒരു വേഗമായിട്ടുള്ള ഷാഡോ, ഒരപ്പം ലൈറ്റുള്ള എഡ്ജുകൾ അത്ര ഷാർപ്പല്ലാത്ത ഒരു ഷാഡോ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് കാരണം ഇവിടെ വെച്ച് ലൈറ്റിനെ അല്പം ബെൻഡ് ചെയ്യുന്നതാണ്. ലൈറ്റ് വേവ്സ് മാത്രമാണോ ബെൻഡ് ചെയ്യുന്നത്? അല്ല, മറിച്ച് ആൾ ടൈപ്പ് ഓഫ് വേവ്സ്, നെയിംലി ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, മാറ്റർ വേവ്സ്, വേവ്സ് ഓൺ വാട്ടർ, ഇതിനൊക്കെ തന്നെ ഈ ഡൈഫ്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എപ്പോഴായിരിക്കും ഡൈഫ്രാക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുക? അതിൻ്റെതാണെന്ന് നോക്കുക. ഡൈഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ് വെൻ സൈസ് ഓഫ് ദി ഒബ്സ്ട്രക്കിൾ ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. വേവ് ലെങ്ത് എന്ന ലൈറ്റും ആ ഒബ്സ്ട്രക്കിളുടെ സൈസും ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന ലെങ്ത്തുകളാണെങ്കിൽ ഡൈഫ്രാക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഇല്ലെങ്കിലും ഡൈഫ്രാക്ഷൻ സംഭവിക്കും, പക്ഷേ എമൗണ്ട് കുറവായിരിക്കും. ഇനി ഈ ഡൈഫ്രാക്ഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന കുറവുകളോ അങ്ങനെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫൈനൈറ്റ് റെസൊല്യൂഷൻ ഓഫ് ഐ ഓർ of the optical instruments such as telescope or microscope is limited due to the phenomenon of diffraction. Diffraction phenomenon ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനൈറ്റ് റെസൊല്യൂഷൻ ഓഫ് ഐ, നമുക്ക് രണ്ട് വസ്തുക്കൾ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനുള്ള കഴിവിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, കണ്ണിൻ്റെ ആയാലും ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയാലും. അപ്പോൾ ആ ഒരു എബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഈ ഡൈഫ്രാക്ഷൻ ഫിനോമിനൻ ഉള്ളതുകൊണ്ട്. ഡൈഫ്രാക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതാണ് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്. ഇവിടെ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് പഠിച്ചല്ലോ, അതുകൊണ്ട് അതേ സെറ്റപ്പ് തന്നെയാണ്. അതിനകത്ത് S1 S2 എന്ന രണ്ട് സ്ലിറ്റുകളായിരുന്നു. അതിന് പകരം ഇവിടെ ഒരു സിംഗിൾ സ്ലിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം. വെൻ ദ ഡബിൾ സ്ലിറ്റ് യങ്സ് എക്സ്പെരിമെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ നാരോ സ്ലിറ്റ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇലുമിനേറ്റഡ് ബൈ ദി മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. എ ബ്രോഡ് പാറ്റേൺ വിത്ത് എ സെൻട്രൽ ബ്രൈറ്റ് റീജിയൻ ഈസ് സീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് എസ് എന്ന സോഴ്സ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട്സ്, പ്ലെയിൻ വേവ് ഫ്രണ്ട്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു ഡബിൾ സ്ലിറ്റില്ല, ഒരു സിംഗിൾ സ്ലിറ്റ് അല്പം വലുതായി കാണിച്ചിരിക്കുന്നതാണ്. അതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് മുമ്പോട്ട് നീങ്ങും. ഇത് രീതിയിലേക്കും അത് മുമ്പോട്ട് നീങ്ങുക. ഒരു സിംഗിൾ സ്ലിറ്റുള്ളൂ, അത് മുമ്പോട്ട് നീങ്ങിയിട്ട് ഈ സ്ലിറ്റിൽ തന്നെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് നോക്കിയാൽ സ്ലിറ്റിൻ്റെ അഥവാ ഓപ്പണിങ്ങിലെ ധാരാളം പോയിൻറ്റ് സോഴ്സുകൾ കൂടി ചേർന്നാണ് ആ ഓപ്പണിംഗ് ഉണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. ഓരോ പോയിൻറ്റ് സോഴ്സും പല പല സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സിന് കാരണമാക്കും. ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ നേരെ കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് സെൻട്രൽ മാക്സിമം ഒരു വലിയ ആംപ്ലിറ്റ്യൂഡായിട്ട് കിട്ടും. അതിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഇവിടെ ഒരു സ്ക്രീനാണ് നോക്കുക, ഈ സ്ക്രീനിൽ ഫോം ചെയ്യും. ഇതാണ് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ്റെ വർക്കിംഗ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇവിടെ സ്ക്രീനിൽ കാണുന്ന സെൻട്രൽ മാക്സിമത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന രീതിയിൽ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കുന്നത് കാണാൻ പറ്റും. നോക്കുക, നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ചപ്പോൾ എല്ലാ വേവ്സിൻ്റെയും സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു ഓർക്കുന്നുണ്ടാവും അല്ലേ? ഇവിടെ അങ്ങനെയല്ല. തൊട്ടടുത്തുള്ള ബ്രൈറ്റ് ബാൻഡിന് ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും, ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കുറവാണ് കേട്ടോ. അതിനടുത്തതിന് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡും കുറവാണ്, ലൈറ്റ് ഇൻറ്റൻസിറ്റിയും കുറവാണ്. അങ്ങനെ സ്ക്രീനിൽ കിട്ടുന്നത് ഇങ്ങനൊരു പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുക. ലേസർ മോണോക്രോമാറ്റിക് ലൈറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്ക്രീനിൽ കിട്ടുന്ന ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സെൻട്രൽ മാക്സിമം വളരെ ബ്രൈറ്റാണ്, പിന്നെ കാണുന്ന അതർ മാക്സിമാസിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് സെൻട്രൽ മാക്സിമത്തിന് കാരണം എന്താണ്, അതുപോലെ തന്നെ സെക്കൻഡറി മാക്സിമങ്ങളും സെക്കൻഡറി മിനിമകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രൽ മാക്സിമം എന്താണെന്ന് നോക്കാം. ഒത്ത നടുക്ക് സി എന്ന പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ആ മാക്സിമം ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത്. ഇത് എല്ലാ സ്ലിറ്റിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ
കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വഴിയാണ് സെൻട്രൽ മാക്സിമം അഥവാ പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാകുന്നത്. അതായത് ഈ സ്ലിറ്റ് ഓപ്പണിങ്ങിന് ഓരോരോ ചെറിയ ചെറിയ പോയിൻ്റ് സോഴ്സുകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലൈറ്റിനെയൊക്കെ ആ ലൈറ്റ് സോഴ്സുകൾ ഒ എന്ന പോയിൻ്റിലാണ് സെൻട്രൽ മാക്സിമം ഉണ്ടാകുക. ഒ എന്ന പോയിന്റിൽ എത്തുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ ഏർപ്പെട്ട് അവിടെ ഒരു സെൻട്രൽ മാക്സിമം അഥവാ പ്രിൻസിപ്പൽ മാക്സിമം എന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത് പാത്ത് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സ്ക്രീനിലെ ഒരു പോയിൻ്റ് നമുക്ക് പി എന്നെടുക്കാം. ആ പിയിലേക്ക് സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് എത്തുമ്പോൾ ഉണ്ടാകുന്ന പല ഭാഗങ്ങളിൽ നിന്നുള്ള ലൈറ്റ് എത്തുമ്പോൾ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് അതെന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ചെറിയ ലൈറ്റ് സോഴ്സായിട്ട് കാണുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഈ എഡ്ജിൽ നിന്നുള്ള ലൈറ്റ് നേരെ പോകുന്നതിന് വരെ അത് ബെൻഡ് ചെയ്തു ഡൈഫ്രാക്റ്റ് ചെയ്താണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. പി എന്ന പോയിന്റിലെത്തുന്നു. എന്നാൽ ഇവിടുത്തുള്ള ബി എന്ന പോയിന്റിൽ അവിടെ എല്ലും എം എന്നാണ്, രണ്ട് നൊട്ടേഷൻ വ്യത്യാസമുണ്ട്. ഈ രീതിയിലായിരിക്കും അത് മൂവ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ലൈൻസിൽ എ പി ലൈൻസ് ബി പി ലൈൻ ഈ സഞ്ചരിച്ച പാത്തിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇതല്പം കൂടുതലാണ്. എത്ര കൂടുതലാണെന്ന് അറിയാൻ നമുക്ക് ബി സി ആണെന്ന് കാണാൻ പറ്റും. ദിസ് ബി സി ഈ ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ആംഗിൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത് നോക്കാം. ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നുള്ള ഉണ്ടാക്കുന്ന ആംഗിൾ എടുത്തിരിക്കുന്നത് തീറ്റ 1 അല്ല, ആക്ച്വലി സെൻറ്ററിൽ നിന്നുള്ള ആംഗിളാണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് നമുക്ക് സെയിം ആസ് എ സൈൻ തീറ്റ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മിനിമം ഉണ്ടായി, ഫസ്റ്റ് മിനിമോ സെക്കൻഡ് മിനിമോ ഏതെങ്കിലും ഒരു മിനിമം ഉണ്ടാകാനുള്ള കണ്ടീഷനാണ് എ സൈൻ തീറ്റ അഥവാ ഈ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എൻ ലാംഡ ആകുക. സോ എൻ ക്യാൻ ടേക്ക് വാല്യൂ 1 2 3 ലൈക്ക് ദാറ്റ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ട പോലെ എ സൈൻ തീറ്റയാണ്. സോ ഫോർ സ്മോൾ ആംഗിൾസ് നമുക്ക് അതിനെ എ സൈൻ തീറ്റ നമുക്ക് സൈൻ തീറ്റ റെഡ്യൂസസ് ടു തീറ്റ എ തീറ്റ എന്ന് എടുക്കാം. സോ പാത്ത് ഡിഫറൻസ് ഈസ് എ തീറ്റ. ഇനി എ തീറ്റ എന്താവുന്നു എന്നനുസരിച്ചാണ് അവിടെ മാക്സിമം ആണോ മിനിമം ആണോ ഉണ്ടാകുക നോക്കാം. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ പറഞ്ഞതാണ് മിനിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ. പല മിനിമാസ് ഉണ്ടാകുന്നുണ്ടല്ലേ, അതുകൊണ്ട് മിനിമകൾ എന്നർത്ഥത്തിൽ മിനിമ ഉണ്ടാകാനുള്ളൊരു കണ്ടീഷനാണ് എ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ. അതിൽ നിന്ന് തീറ്റയ്ക്ക് വേണ്ടി മാറ്റി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ എ, വേർ എൻ ക്യാൻ ടേക്ക് വാല്യൂ 1 2 3 ലൈക്ക് ദാറ്റ്. ഇനി മാക്സിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ, സെക്കൻഡറി മാക്സിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ അതിങ്ങനെയാണ്. ഓഡ് മൾട്ടിപ്പിൾസ് ആണ് വരിക. അതായത് ഇവിടെ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ ബൈ എ ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു n+1/2 ലാംഡ ബൈ എ. സോ ദാറ്റ്സ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് ലാംഡ ഉണ്ടാകുക. അപ്പോൾ അതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ഉണ്ടാകാനുള്ളത്. ഈ രണ്ട് കണ്ടീഷൻസ് ഒന്ന് ഓർത്തിരിക്കണം. നോക്കുക, എൻ ലാംഡ പാത്ത് ഡിഫറൻസ് എൻ ലാംഡ ഇൻറ്റർഫറൻസിൽ കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിനുള്ള കണ്ടീഷനായിരുന്നു. ഇവിടെ പക്ഷേ അത് ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിനുള്ള മിനിമയാണ് അഥവാ ഡിസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസിനുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. മിനിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് അഥവാ എ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡയാണ്. മാക്സിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2n+1 ലാംഡ ബൈ 2. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ഇൻറ്റർഫറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ലൈറ്റ് ഇൻറ്റൻസിറ്റി പാറ്റേൺ വരക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഈ ഗ്രാഫ് വരക്കാൻ പഠിക്കണം. ഇതാണ് സെൻട്രൽ മാക്സിമം. അതിൻ്റെ നോക്കുക, ഈ ഇവിടെ മിനിമമാണ്, ഇതൊരു മിനിമമാണ്. അപ്പോൾ മിനിമം ആകാനുള്ള കണ്ടീഷൻ എ സൈൻ തീറ്റ ഈക്വൽ ടു 1 ലാംഡ ബൈ എ 2 ലാംഡ ബൈ എ 3 ലാംഡ ബൈ എ ലൈക്ക് ദാറ്റ്. മിനിമം ആകാനുള്ള കണ്ടീഷൻ അത് നമ്മളിവിടെ കണ്ടു. 1 ലാംഡ ബൈ എ 2 ലാംഡ ബൈ എ 3 ലാംഡ ബൈ എ അതാകാനുള്ള കണ്ടീഷൻ. ഇനി മാക്സിമം ആകാനുള്ള കണ്ടീഷൻസാണ് ഇത്. സെൻട്രൽ മാക്സിമം അല്ലാതെ ഉള്ള മറ്റ് മാക്സിമങ്ങൾ മാക്സിമാസ് അതാണുള്ള കണ്ടീഷനാണ് 2n+1 ലാംഡ ബൈ എ. ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ ഈ മാക്സിമംസത്തിനുള്ള കണ്ടീഷൻസ് കിട്ടും. ഇനി സ്ക്രീനിൽ കാണുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി I0 എന്ന് പറയുന്നത് മാക്സിമം ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് ഇതിൻ്റെ സെൻട്രൽ മാക്സിമത്തിലുണ്ടാകുക. പിന്നീട് ലൈറ്റ് ഇൻറ്റൻസിറ്റി രണ്ട് സൈഡിലേക്ക് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് നോക്കാം. ഡൈഫ്രാക്ഷൻ ഈസ് മോർ വെൻ ദ സ്ലിറ്റ് വിഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യാസമായിട്ട് സ്ലിറ്റ് വിഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ ഡൈഫ്രാക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. വെൻ ദ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് സോഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ദ ആംഗുലാർ ഡീവിയേഷൻ ഈസ് ആൾസോ ഇൻക്രീസ്ഡ്. ലാംഡ കൂടിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ആംഗിൾ അത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റും വേവ് ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ. ഓൺലി ഫ്യൂ ബാൻഡ്സ് ആർ ഒബ്സർവബിൾ ഇൻ ഡൈഫ്രാക്ഷൻ. നമ്മൾ നേരത്തെ ഒരു ലേസറിൻ്റെ കാണിച്ചില്ലേ, അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലാണ്
അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും ഡാർക്കാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഈ ഗ്രാഫിക്കലായിട്ട് കാണാമെങ്കിലും ഇതൊക്കെ നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്ക് ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും സെൻട്രലിനെ അപേക്ഷിച്ച്. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നമുക്ക് ലൈഫിൽ നമുക്ക് ഡൈഫ്രാക്ഷൻ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഉള്ള ടെക്നിക്കാണ് 2 ബ്ലേഡുകൾ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു സ്ലിറ്റ് ഓപ്പണിംഗ് ഉണ്ടായി, അതിലൂടെ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഡ്ജുകൾ ഇങ്ങനെ ഈ രീതിയിലൊരു പാറ്റേൺ ഫോം ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ എഡ്ജ് നല്ല വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഷാഡോ അല്ല കിട്ടുക, മറിച്ച് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് സിംഗിളായിട്ടായാലും രണ്ട് ബ്ലേഡ് വെച്ച് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അത് കാണാൻ പറ്റും. ഈ സ്ലിറ്റിൻ്റെ ഇടയിൽ കൂടി ലൈറ്റ് സോഴ്സിലേക്ക് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിഗറാണ്. ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ രണ്ട് പാർട്ടായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ എന്താണ് ഇൻ്റർഫറൻസിൽ? ഇറ്റ് ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് ഫ്രം 2 ഡിഫറെൻറ്റ് വേവ് ഫ്രണ്ട്സ്. S1 S2 എന്ന 2 വേവ് ഫ്രണ്ട് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ട്, ഒരു സിംഗിൾ സ്ലിറ്റിലേ ഉള്ളൂ. ആ സ്ലിറ്റിലെ തന്നെ ഓപ്പണിങ്ങിനെ ചെറിയ ലൈറ്റ് സോഴ്സുകളായിട്ട് കണ്ടുകൊണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സെയിം വേവ് ഫ്രണ്ടായിട്ട് നമുക്ക് എനിക്ക് റീസൺ പറയുന്നത്. ദ ഫ്രിഞ്ചസ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ വിഡ്ത്ത് ആകാം, പക്ഷേ മേ ഓർ മേ നോട്ടിൽ നിന്ന് ഒഴിവാക്കുക, ഈക്വൽ വിഡ്ത്ത് ആവുമെന്ന് തന്നെ പറഞ്ഞേക്കുക. ഫ്രിഞ്ചസ് ആർ ഓഫ് ഈക്വൽ വിഡ്ത്ത്, ഫ്രിഞ്ചസ് ആർ നെവർ ഓഫ് ഈക്വൽ വിഡ്ത്ത്, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ആൾ ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഹാവ് സെയിം ഇനി വിട്ട് കൂടാതെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും എല്ലാ ഫ്രിഞ്ചിനും സെയിം ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ലൈറ്റ് ഇൻറ്റൻസിറ്റി ഡിക്രീസസ് ആസ് വി മൂവ് ഫ്രം സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് നല്ല ബ്രൈറ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള സെക്കൻഡറി മാക്സിമാസൊക്കെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. പിന്നെ അല്ല, റീജിയൻ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ഈസ് പെർഫെക്റ്റ്ലി ഡാർക്ക്. അപ്പോൾ മാക്സിമം ലൈറ്റ് ഇൻറ്റൻസിറ്റി, മിനിമം ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഡാർക്ക് ബാൻഡ് ഉണ്ട്. ഡാർക്ക് ബാൻഡ് പെർഫെക്റ്റ് ഡാർക്ക് ആയിരിക്കും, പക്ഷേ ഇവിടെ നമുക്ക് ഡാർക്ക് ബാൻഡ് ഉണ്ടാവുമെങ്കിലും അത്ര പെർഫെക്റ്റ് ഡാർക്ക് ആയിരിക്കില്ല. ഡൈഫ്രാക്ഷൻ കാരണം അല്പം ലൈറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്പാരിസൺ. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് പഠിക്കണം.